വചനം അയച്ചാണ്. അല്ലെങ്കിലോ അതിനെങ്കിലും ഞാൻ തലയിൽ പറയാം. ഭയമായിരിക്കും, ജീവിതത്തിൽ ധർമ്മമായിരിക്കും. റോമയുടെ 15 വചനം വന്നത് എനിക്ക് പ്രത്യാശയായി. കണ്ടോ, മരണത്തെ ജയിക്കാനുള്ള പ്രത്യാശയായി. മരണം നമുക്കില്ല. കണ്ടോ, അതാണ് 2 തിമോത്തി 1:7 ദൈവഭക്തി, ദൈവശക്തി, ആത്മസ്നേഹം, ആത്മബന്ധമെല്ലാം വരികയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം പ്രാർത്ഥിച്ചെന്ന് ആ സഹോദരി പ്രാർത്ഥിച്ചു. കഴിഞ്ഞറിയുമ്പോൾ കുറെ ആൾക്കാരോട് എല്ലാം വിചാരിക്കുകയാണ്. പ്രാർത്ഥിക്കണം. നമ്മൾ പോയിരിക്കുന്നത് ശക്തിയിലാണ്. കണ്ടോ, അവിടെ നമ്മളെ കൃപയാണ്. ലോകത്തിലറിയാമോ, 14-17 അവരിതൊന്നും പറഞ്ഞത് അവര് തിന്നാനും കുടിക്കാനും കുറവ് കത്തണം, തോന്നും കത്തണം, നാളെ ചെക്കുപോകണം അല്ലേ, അടുത്ത വീടുണ്ടാക്കും, കാറ്റുണ്ടാക്കും, അതുണ്ടാക്കും. പിന്നെ നല്ല പാർട്ടിയുണ്ടോ, പിന്നെ ഓട്ടമാണ്. ഞാൻ പ്രസിഡന്റാകണം, സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ അടുത്ത കൊല്ലത്ത് സ്ഥാനാർത്ഥി, ഒത്തുതെളിക്കാൻ വേണ്ടി പോകാൻ കൊടുത്ത് ഒരു 10 പേരെ കാണിക്കാൻ നമ്മൾ നടത്തുന്നല്ലേ. പല കിട്ടിയാണ്. ആത്മാവ് നഷ്ടപ്പെടുത്തുന്നത് ഉള്ള ഭാവമെല്ലാം വെള്ളിക്കിട്ടമായി വന്നു. വെറും 6:30. പിന്നെ പഠിച്ചിട്ടുള്ളവരാണെന്ന ബുദ്ധിയിലും കയറി ആണ്ടാറും കയറി ദൈവത്തിന് ജീവിതം വല്ലത്. പിന്നെ അവൻ ചെയ്യുന്നത് ആവേശത്തോടെയാണ്. പാപം ചെയ്യുന്നത് ആണല്ലേ, ആവേശത്തോടെയാണ്. കേട്ടോ, ഞാനൊരു സ്ഥലത്ത് നമ്മൾ ഒരു പ്രധാനോട് ഭയങ്കര വ്യക്തിയാണ്, ഇത്തരം മസിലൊക്കെ ഇങ്ങനെ കാണിച്ചു. കണ്ടോ, ഞാൻ എന്റെ സുന്ദരനായ ചെറുപ്പത്തിലെ ആര് കണ്ടാലും ഞാനൊരു സഹോദരനോട് വർദ്ധിച്ചു പോലെ ആര് അറിഞ്ഞിട്ടില്ല. ചാരിത്യമായത് സ്വല്പമായത് ആത്മീയമായത് വലുതാണ്. ഈ പറഞ്ഞാൾക്ക് മറ്റൊരു കേട്ടിരിക്കുകയാണ്. ആരും പഠിക്കുന്നു പറഞ്ഞാണ് ഇരുന്നാലും വൈശ്വരശക്തികൾ വന്നിരിക്കുകയാണെന്ന് അതിൽക്കൂടിയാണ് സംസാരിക്കുന്നത്. ഞാൻ ആ തലത്തിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് വൈശ്വരശക്തികൾ അറിഞ്ഞത്. ഇത്രയും ശക്തി ഒരു വലിയൊരു അനുഭവമായിട്ട് എന്നെ കൂടെ ഒരൊറ്റ സഹോദരനുണ്ടായിരുന്നു. അന്നാണ് ഞാൻ വേറെ കൂടിച്ചത്. കാരണം ആരും തലയിലൊന്നും പ്രയോഗിച്ചില്ല. ആത്മീയ ശക്തി, ഇതാണ് ശക്തി. ഏതാണ് പ്രോസസ് 1:29. ശക്തിയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ആദ്യം കൃപയിൽ, ആദ്യം കരുണയിൽ വന്ന്, കരുണയിൽ വേണം കരയണം, പാവങ്ങൾക്ക് കരയണം, പാവങ്ങൾ വിട്ടുപോകണോ. അതാണ് ആക്ട് 2:32 പണത്തില് പത്തോസോട് ചോദിച്ചത് എപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യണം. പത്തോസ് എന്താ പറയുന്നത്? ഫലത്തിനാണ്. പിന്നെ പശ്ചാത്തലിക്കുകയും അത് നടന്നല്ലോ. അതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒന്നുമില്ലാത്ത ഈ ബുദ്ധിക്കിടന്നുള്ള പറയുമ്പോൾ നടക്കണം. പശ്ചാത്തലിക്കുകയും പശ്ചാത്തലം അത് ദൈവജനപ്രകാരം പശ്ചാത്തലം തന്നെ വേണം. 2 കൊറിന്തോസ് 7:9-11 വനത്തില് ദൈവജനപ്രകാരം പശ്ചാത്തലം, മറ്റൊരു ഔദ്യ പശ്ചാത്തലമാണ്. അത് പോയി ഇത് പോയി മറ്റൊരു അതായത് ലൗകികത്തിലുള്ള മറ്റൊരു ദൈവജനപ്രകാരം ദൈവം തന്നെ നിങ്ങൾ വിളിക്കുകയാണ്. യോഹന്നാൻ 6:64 പിതാവിനെ ആശ്രയിക്കുകയും പിതാവ് ഗൗരവപ്പെടും. യോഹന്നാൻ 3:27 സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ആവശ്യിക്കുന്നത്. ദൈവം നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്റെ പക്ഷി കുഞ്ഞാർക്ക് വന്നില്ല. വരുവല്ല വിളിച്ചോണ്ടുവന്ന വ്യക്തികളൊന്നും വരുമോ? ഇതുപോലെ വനത്തെ കഴിയുമോ? പക്ഷെ അതുപോലെ നമുക്ക് വിശ്വാസമില്ല ഈ വചന പ്രമുഖ. കാരണം ആ വചനമല്ല അവർ സ്വീകരിക്കുന്നത്. വചനം നമുക്ക് കാണുന്നില്ല. ജീവൻ അതാ പൗരസ്ത്യാവണം. നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരാകാൻ ഒന്ന് കൊറിന്തോസ് 11:17 ഒഴിയെ പിടിച്ചോളാം. വചനമാണ് എല്ലാം. സകലത്തും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നാലോ എത്ര പേര് എത്ര ആത്മാക്കളെ രക്ഷപ്പെടും. ഞാൻ അന്നവിടെ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് അനുഭവം. എല്ലാം വിധം തുടങ്ങി.
ഞാൻ വളരെ തൊട്ടൊന്നുമില്ല. അത് കർത്താവിന്റെ കൃപയാണ്. അപ്പോഴാണ് കൃപ. ഈ കൃപ എന്താണ്? മോശത്തിന്റെ വഴി എന്താണെന്നൊക്കെ കാണിച്ചു തരുന്നു. വഴിയല്ല, വഴി പിടിച്ചതാണ്. അതിന് മന്ത്രവാദി വഴി പിടിച്ചാണ്. ഞാൻ പറഞ്ഞില്ല, തൃശ്ശൂർ വീട്ടുകാരൻ വടി പിടിച്ചാണ് കുറച്ച് കാലാവായിട്ട്. പക്ഷെ അവസാനം മന്ത്രവാദിയാണ്. അനേകരുണ്ട് ലോകത്തില്. മറ്റേ മന്ത്രവാദത്തിന്റെ വഴിയല്ല വീട്ടിലായിരുന്നു. അത് ഞാൻ നേരത്തെ മുന്നോട്ട് തന്നെ പറഞ്ഞു. അഹോന്റെ വഴി സകല മന്ത്രവാദികളുടെ വഴി വീട്ടിലായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ ശക്തിക്കും അതിന് ഈശ്വരാണ്. പാലിച്ചപ്പോഴാണ് ക്രിസ്തു മനുഷ്യമായ എല്ലാ ശക്തിക്കും മോള് ഈശ്വരാണ്. സായിബാബ വന്നാലും എത്ര ആലോചിച്ചാണ്. രണ്ടിലും മൂന്നോ ടച്ചുകൾ വരച്ച് വരുന്നതാണ് അനുഭവമാണ്. അത് ദൈവം വെളിപ്പെടുത്തൽ ആർക്കൊന്നും അറിയാൻ സാധിക്കില്ല. അതിനേക്കാൾ വലിയ ശക്തിയായിരിക്കും ഈശ്വരൻ. ആ നാമം വിളിച്ചാൽ മതി. ഈശ്വര നാമം ജീസസ് എന്ന് പറഞ്ഞാൽ മതി. ആത്മയെല്ലാം പോകും, എല്ലാം കടന്നു. ആ നാമത്തിന്റെ ശക്തിയാണ്. അവ പറയുന്ന നാമം നമ്മുടെ നാമങ്ങളെയും ചെറിയ 15-19 സത്വചനങ്ങൾ പറയുന്ന നാമായി മാറ്റണം. രാഷ്ട്രീയം മാധ്യമവും തർക്കവുമായിട്ടല്ല നടക്കേണ്ടത്. ഒരു 13 മാറും ദൈവദൃഷ്ടപരമായ നാമല്ല ഉപയോഗിക്കേണ്ടത്. അവിടെ സത്വചനങ്ങൾ, നല്ല കാര്യങ്ങൾ, വ്യക്തഭാഷണം, ചാമല്യം, വിളച്ചത്, ഇത് മൂന്നും ഉപേക്ഷിക്കണം. വിട്ടുപോകണം കരുതുന്നത്. എഫെസോസ് 5 1-5 വചനത്തില് അവ സംസാരം ഇങ്ങനെ സംസാരത്തിലേക്ക് കൂട്ടുകാരെ വരുമോ? കൂട്ടുകാരൊക്കെ നഷ്ടപ്പെടും. നഷ്ടപ്പെട്ടപ്പോൾ അതിന് ദൈവത്തിന്റെ അടയാളം. ഈശ വന്നാല് ഇപ്പൊ വിരുന്നുകാരുണ്ടോ? ഉണ്ടായില്ലേ? കുറഞ്ഞോ? പണത്തിൻകാർ വരുന്നുണ്ടോ? രാഷ്ട്രീയക്കാർ വിരുന്ന് വരുമ്പോ ഇപ്പൊ ലക്ഷ്മില്ല കാര്യമൊന്നും വെളിയായിരിക്കും. കൃപയാണെന്ന് അത് കൃപയാണ് അവരെ കൃപയാണ്. കാരണം അവർക്ക് ഇല്ലാത്തത് നമുക്ക് കിട്ടുമ്പോൾ അസൂയ, ഭയങ്കര അസൂയക്ക് മാറ്റിയ അസൂയ. അതുകൊണ്ടാണ് എഫെസോസ് 11-12 സ്വർഗീയത്തിൽ വസിക്കുന്ന തിന്മയിലെ ദുരാത്മാക്കളോട് ഉണ്ടായില്ലയോ? ഉണ്ട്. അതിനെ പൈക്കാനാകില്ല. കൃപ വേണം. അത് കൃപയില്ലാത്തവരാണ് വിചാരിച്ചില്ല. ഈശ വന്നെന്തിനാണ്? 1:1-3 ഗണപണം പഠിക്കണം. അല്ലെങ്കിൽ കർത്താവിന്റെ പ്രവർത്തനം പോകാൻ സാധ്യത. നിങ്ങളെ കൊണ്ട് ആരും മാറ്റവും കൊണ്ട് വേഗം ഞാൻ പറഞ്ഞില്ല. ഒറ്റയ്ക്ക് പോയാൽ വേഗം കാലത്ത് വരും. അതുകൊണ്ട് കാത്തിരിക്കണം എന്ന് പറയുന്നത് അവർക്ക് 2-4 കൊല്ലമാണ്. അതാണ് കിടക്കോഴി എന്റെ കുഞ്ഞുങ്ങളെ ചെറുതിൽ എത്തിയ പോലെ ഞാൻ എത്താൻ ആഗ്രഹിച്ചെന്ന് 11-14 വാക്യം. അത് എനിക്കുമോ കോഴി കുഞ്ഞുങ്ങൾ ഇരകണ്ടാലും ചെയ്യും. അപ്പച്ചാടും കേട്ടോ. ഉടനെ പ്രാർത്ഥനക്കാരിയായി. പ്രാർത്ഥനക്കാരാണ് രോഗശാസ്ത്രത്തിന്റെ. അങ്ങനെ എനിക്ക് കഴിവില്ലേ? ആരായത് പ്രവർത്തിക്കുന്നത്? കൃപയാണ് ഈശ്വരൻ. നമ്മളറിയില്ല. അതുകൊണ്ട് കൃപത്തിനുള്ളവരെ കാത്തിരിക്കണം. ആരാണ് ഭൂമിയിൽ സമാധാനം? 2:14 ദൈവത്തോട് തിരിച്ചെടുത്ത സമാധാനം അല്ലാത്തവർക്ക് സമാധാനം ഉണ്ടാവോ? മോളെ ചേർക്കുന്നവർക്ക് സമാധാനം ഉണ്ടോ? വെറുതെ കാണിക്കുക, അഭിനയിച്ച് കാണിക്കുക, ആദ്യത്തെ കാണിക്കും. നല്ല സമാധാനമാണ്. ഒരു സമാധാനം ഉണ്ടായില്ല കേട്ടോ. അവരെല്ലാം മരിക്കുന്നപ്പോഴായിരിക്കും. ഒന്നിന് ചോര ശബ്ദിച്ച് മരിക്കും. ചെറുങ്ങിയ 25, 27, 29 അല്ലെങ്കിൽ മക്കൾ തല്ലിക്കൊടുക്കും. ചെറുങ്ങിയ 13, 12, അല്ലെങ്കിൽ ഭ്രാന്തി പിടിച്ച് മരിക്കാം. അതാണ് നമ്മുടെ പിള്ളേരോ ഉള്ള കാണുമാരുടെ കുറിച്ച് സ്ഥാനകുട്ടികളൊക്കെ കുറിച്ചില്ലേ? ക്രിസ്മസ് എന്തുകൂടിയാണ്? കല്യാണത്തിന് ദിവസം എന്തുകൂടിയാണ്? കുറച്ചാണ് കുടിക്കുന്നത്. കുടിച്ച് ചോരത്തി. അതുകൊണ്ടാണ് ചെറുങ്ങനെ 25-16 ചിത്തഭ്രമം ഉണ്ടാകും നമ്മുടെ ഭവനങ്ങളിൽ. അത് അഴലിപ്പാമ്പെന്ന് പറയുന്നത് മധ്യം സകല തീരുമാനങ്ങൾ തെറ്റിപ്പോ. പക്ഷേ 28 അതിന്റെ വിലകളൊന്നും ഓർമ്മ വെള്ളം ഒരാൾ ഇപ്പൊ തന്നെ നമുക്ക് കച്ചവടം തുടങ്ങാം.
മാന്ന് വിളിച്ച് അപ്പച്ചാറ് നല്ല ലാഭം കിട്ടും അല്ലേ? നമ്മൾ എവിടെയെങ്കിലും പറയും, ഔട്ട് ഓഫ് കേരള പറയുള്ളൂ, എന്നാൽ എളുപ്പമാണ്. പുതിയതായിട്ട് പഞ്ചാബൊക്കെ പോയി തുടങ്ങാൻ പറഞ്ഞപ്പോൾ ഇപ്പൊ കാശിക്കും കേട്ടാൽ മതി ഇല്ലേ? അതാണ് പ്രഭാഷകൻ പാടുന്ന കത്തില് പല കാര്യത്തിലും ഒന്നും ചേർന്നിട്ടില്ല, എല്ലാം കത്തിൽ പോകും. ജ്ഞാനം വന്നാൽ മനുഷ്യരെ വിശ്വസിക്കുവാനാണ്. ഈശ്വർ മനുഷ്യരെ വിശ്വസിച്ചില്ല. യോഹന്നാൻ 2:23 അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നത് ഗലാത്യ 1:10 ഞാൻ മനുഷ്യനെ വിശ്വസിച്ചിരുന്നെങ്കിൽ ദൈവത്തിന്റെ ദാസനാവുകയില്ല. നമ്മൾ ആരെല്ലാം വിശ്വസിച്ചു? വിശ്വസിച്ചവരെല്ലാം വഞ്ചിച്ചോ? ഇല്ല. കടമൊക്കെ മുടക്കി തന്നതല്ല. വിശ്വസിച്ചവരെല്ലാം വഞ്ചിച്ചിട്ടില്ല. എന്നൊക്കെ പറഞ്ഞതെല്ലാം മാറിയ എല്ലാവരും വഞ്ചിച്ചിട്ടില്ല. ഈശ്വരാണെങ്കിൽ ഈശ്വര പലർന്ന് വല്ല വരുമോ? വല്ല നഷ്ടപ്പെടുമോ? സന്തോഷം തരുമോ? ആനന്ദം തരുമോ? സമാധാനം തരുമോ? ക്ഷമ തരുമോ? എല്ലാ നന്മകളും തരുമോ? സന്തോഷം തരുമോ? ആരോഗ്യം തരുമോ? ഭവനം തരുമോ? നാം പ്രതീക്ഷിച്ചേക്കാൾ വരും തരുമോ? ഉന്നതത്തിൽ കൂടി നിങ്ങളെ കൊണ്ടു നടക്കുമോ? 13 വാക്യം നിങ്ങൾ പാലിക്കണം. എല്ലാവരും ഈ സാപത്ത് ഞായറാഴ്ച വിശുദ്ധമായി ഞങ്ങളൊന്ന് ആലോചിച്ചു. വിശുദ്ധമായിട്ടാണ് ഒന്ന് പാലിക്കുന്നു, ആചരിക്കുന്നു. അങ്ങനെ ആചരിച്ചിട്ടുണ്ടോ? അവർ മുന്നോട്ടുകൂടെ ദൈവം കൊണ്ടുപോകും. ഭയങ്കരമായിട്ട് ദൈവം അനുഗ്രഹിക്കും. അത് ചെയ്യാത്തവർക്കാണ്. അതിനെ കുറിച്ച് അന്നാണ് സിനിമയ്ക്ക് വെച്ചിരിക്കുന്നത്, അന്നാണ് TV വെച്ചിരിക്കുന്നത്, അന്നാണ് കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നത് ഇല്ലേ? അന്നാണ് കല്യാണം. പത്ത് കല്യാണം ചെയ്യാൻ പോരാ, 16 പോകാം. കല്യാണം കൂടി വന്നാൽ സമാധാനം ഉണ്ടാവുമോ? എല്ലാ കല്യാണം എന്നാണ് പഠിപ്പുണ്ടായിരുന്നോ? അതുകൊണ്ടാണ് പുരാതനം എല്ലാം നമ്മൾ പാലിക്കണം. പ്രദേശം പറഞ്ഞാണ് മക്കൾ 16 ആ 5 തൊട്ടുള്ള വരം വായിച്ചിട്ട് പത്രങ്ങൾ വരുന്നത്. ഈശ്വര സാപത്തെ പറ്റി മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ മറന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുകയും പരിസരയെയും സടുക്കാരെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുകയും നാം ഒപ്പം എടുക്കാതുകൊണ്ടായിരിക്കാം എന്ന് അവർ മനസ്സിലാക്കി പറഞ്ഞു. യേശു ഇതറിഞ്ഞ് അവരോട് ആത്മവിശ്വാസികളെ അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എല്ലാവരും അപ്പത്തിനാണ് ഭയങ്കര താല്പര്യം. കണ്ട TV നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കൂട്ട അപ്പകൃഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടികളാണ് നിങ്ങൾ വിളച്ചത്? ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? പരിസരയുടെയും സദസ്യരെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുകയും അപ്പത്തിന്റെ പുളിമാവിനെ പറ്റിയല്ല, പരിസരയുടെയും സദസ്യരെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളുവാൻ. പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളാൻ ചെയ്തെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളേണ്ടത് കേട്ടോ. ഈശോ പറയുന്ന അതുപോലെ ലൂക്ക 11 ആ 11-19 വാക്യത്തില് ആ സാബത്ത് ദിവസം വായിച്ച് സാബത്ത് നമുക്കൊരു അടയാളമാണ്. ദൈവം നമുക്ക് അവരുടെ ബന്ധം കേട്ടോ. ഒരു സാപത്തിൽ അവർ ചിലവുകൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിർത്താൻ സാധിക്കാത്ത വിധം കൂലിപ്പോയ ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. 18 വർഷമായ കൂലിപ്പോയ സഹോദരി അത് ഇപ്പോഴും നടക്കും. അത് നിസ്സാരമാണ് ദൈവത്തിന്. നാം വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ. യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. കൈകൾ വെച്ചു കണ്ടോ? തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. അതുപോലെ പോയിട്ട് വെളിപാട് 4:8, വെളിപാട് 5:12, വെളിപാട് 7:12 കാണപ്പെടാൻ വായിച്ചു. ദൈവത്തെ സ്തുതിച്ചു നോക്ക്. നീ സാധിക്കാത്ത വഴികളുണ്ടാവുന്നു. കേട്ടോ? ഇത് വെച്ചിട്ടൊന്ന് സ്തുതിച്ചു നോക്ക്. വായിലൊന്നും അസാധ്യമുണ്ടാവുമെന്ന് നോക്ക്. ദൈവത്തെ അതുപോലെ ചെയ്തിട്ടില്ല. കാരണം അതങ്ങനെ സ്തുതിക്കുക. അതുകൊണ്ട് തോമസ്തയെ കുറിച്ച് പറഞ്ഞു, നമ്മൾ 20-25 പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. വിശ്വാസവും പ്രവർത്തിക്കുകയാണ്. ഇതാ സ്വർഗത്തിൽ നിന്ന്
ഈശോ തന്നെ പറയുകയാണ് യോഹന്നാൻ സ്നേഹിക്കുന്നത്. അത് വായിച്ചിട്ട് വെളിപാട് 4:8 ഈ 4 ജീവികൾക്കും 6 ചിറകൾ വീതം, ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ, വ്യാപകർ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു. ആയിരുന്നവരും ആയിരിക്കുന്നവരും വരാനിരിക്കുന്നവരും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഈ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ ഹോളി 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 അത് പറഞ്ഞാലോ ദൈവത്തിന് ഭയങ്കരമായ മഹത്വത്തിലാണ്. യോഹന്നാൻ 14 വരെ മനസ്സില്ല. ഈ പരിശുദ്ധൻ പിതാവായി ദൈവം തന്നെ പരിശുദ്ധൻ. ആർക്കെ മാറും, കൊഞ്ഞിനെ തിരിഞ്ഞൊക്കെ പോകും, പേടിയും പോകും. മാതാക്കന്മാർ നമ്മൾ വിളിച്ചപ്പെടുത്തും. നമ്മുടെ സഹദാസകർ അതാണ് തോന്നിക്കുമ്പോൾ പറഞ്ഞെങ്കിൽ ഭക്തന്മാരാകെല്ലാം നമ്മൾ ചിന്തിക്കുന്നത്. മാതാക്കന്മാർ നമ്മുടെ സഹദാസകരാണ്. അത് കാറ്റയക്കണം വരുന്നത് തോന്നിപ്പോന്നെ 1:6 നാം ഈ നാളമായിട്ടാണ് പോകുന്നത്. 1:7 ഈ മാതാക്കന്മാരെ പറയാണ് ദൈവത്തെ ആരാധിക്കണമെന്നാണ്. വെളിപാട് 19:10 വെളിപാട് 22:9 വാക്യത്തില് മാതാക്കന്മാർ പറയും ദൈവത്തെ കമഴ്ന്ന് കിടന്ന് ആരാധിക്കണം. നമ്മൾ കമഴ്ന്ന് കിടന്ന് ആരാധിക്കുന്നുണ്ടോ ദൈവത്തെ? നമ്മളെന്താ കാണിക്കണം? നമ്മുടെ ആരാധന എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഈ വചനം വെച്ച് ആരാധിക്കുമ്പോഴാണ്. അതാണ് സംഗീതം 96 പറയുന്നത്. നിങ്ങൾ നിലത്ത് കിടന്ന് ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ആ ഉൽപ്പത്തി 17:1-3 ദൈവത്തെ കാണുമ്പോൾ നിലത്ത് കിടക്കാം. നിലത്ത് കിടപ്പോ സാഹചര്യത്തേക്ക് സാരിയാണ് കോടതി ഞാൻ പോയത് സഹോദരന്മാരാണ്. 5 വരെ കണ്ടാൽ ചെറിയ കാലത്തിൽ അവിശ്വസ്തവും വലിയ കാലത്തിൽ അവിശ്വസ്തനായിരിക്കും. 16:10 അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. ചെറിയ കാര്യത്തിൽ 10 പൈസ കക്കുന്നതും 1 കോടി കക്കുന്നതും ഒന്നാണ്. കണ്ടോ? മനസ്സായ ആ 10 പൈസ തുടർന്ന് നടക്കുന്നു. ദൈവത്തിനെല്ലാം ഒരുപോലെയാണ്. കളവ് പാപമാണ്. പാപമാണോ? 10 പ്രമാണം എന്തിനാണ് ദൈവം തന്നിരിക്കുന്നത്? പുറപ്പാട് 20:1-17 10 പ്രമാണം തന്നിട്ടുണ്ട്. ഇതിൽ 1-ാം പ്രമാണം ഇത്ര പ്രാധാന്യം എന്താണ്? അല്ലെങ്കിൽ 1-ാം പ്രമാണം 10-ാം പ്രമാണം തന്നാലേ 1-ാം പ്രമാണം 1-ാം പ്രമാണം തന്നെയാണ്. ആദ്യമേ തൊട്ടാൽ ദൈവം സമ്മതിക്കില്ലെന്നും വേണ്ടത്. പ്രധാനമന്ത്രി മറച്ചു കളിക്കണം എല്ലാവരും. വായിക്കേണ്ട 1-ാം 2 പ്രമാണം. ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിന്റെ ഫലമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ല, മറ്റു ദൈവമില്ല. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. അതാണ് ഈശോ പറഞ്ഞ ലൂക്കാ 4:8 ഏക സത്യദൈവത്തെ മാത്രമേ ആരാധിച്ചുള്ളൂ. അതാണ് ആത്മാവിന്റെ സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം വന്നു കഴിഞ്ഞു. അതിപ്പോഴാണ് യോഹന്നാൻ 4:23-24 അത് ആരോടാ പറഞ്ഞത്? സത്യം വലിയ രഹസ്യം ജഡ്ജിയോടാണോ? പിന്നെ ആരോട്? അല്ല, സ്വാമിനിയായ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഇപ്പോഴുള്ള ഭർത്താവ് ആ സമയാത്ത സ്ഥിതിയോടാണ് അപ്പൊ എന്ത് ചെയ്യുക സഹോദരി? അവർ പറഞ്ഞു ഞാൻ നിശായെ കണ്ടു. യോഹന്നാൻ 4:25 ഈശോ പറയുന്നത് നിങ്ങളോടാണ് അങ്ങനെ പറയുന്നെങ്കിൽ അത് ഞാൻ തന്നെയാണ് എന്ന് ഭാഗ്യമല്ലേ. പിന്നെ സമയത്ത് സ്ത്രീയോടെ നിന്നോ? അവൾ ഓടി ഈശ്വരൻ കണ്ടപ്പോൾ നിങ്ങൾ നിൽക്കുമോ? ഞങ്ങളെ തോടണ്ട ആരോട് തീർക്കാൻ ശ്രമിക്കും? ഞാനാണ് പ്രവർത്തിക്കുന്നത്? അല്ല. അതാണ് കൃപയാണ് പ്രവർത്തിക്കുന്നത്. റോമായത്തിൽ 31-39 വാക്യത്തില് വായിച്ച് കേൾക്കുക. അതിൽ 32-ാം വാക്യം സ്വന്തം പുത്രനെ തന്ന ഈ ദൈവം വാക്കുകളൊക്കെ അനാഥയിരിക്കുന്നു. ഇതേക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഏൽപ്പിച്ചു തന്ന
അവനോട് ഒരു സമസ്തവും നമുക്ക് ദാനമായി നൽകാൻ. സമസ്തവും തരുന്നില്ലേ? സ്വന്തം കുടുംബം തന്നെങ്കിൽ തരുവായില്ലേ? പിതാവായി ദൈവം എല്ലാം പറയും. പിതാവ് തന്നെ വചനമാണ്. യോഹന്നാൻ പറഞ്ഞേട്ടെ 6:8-14 വാക്യത്തിൽ പിതാവ് തന്നെ വചനമാണ്. ആ അതാണ് ഞാൻ പിതാവ് ഒന്നാണ്. യോഹന്നാൻ 10:9. വളരെ സംശയമുണ്ടോ? ഞാനാണ് വഴി സത്യവും ജീവനും, എന്നെക്കുറിയല്ല ആർക്കും പിതാവിന്റെ സാധ്യമല്ല. യോഹന്നാൻ പറഞ്ഞറിയാതെ നിങ്ങൾ എന്നെ അറിയുന്നില്ല, എന്റെ പിതാവിനെ ദൈവത്തെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പിതാവിനെ അറിയും. യോഹന്നാൻ 8:19. ഞാൻ പിതാവ്, ഞാനല്ല, എന്റെ പ്രഭുവാണ്, എന്റേതല്ല, എന്റെ സർവസ്വനായ പിതാവിനെയാണ്. യോഹന്നാൻ 16 കാണിച്ചുള്ളത്. യോഹന്നാൻ പകലും പറയുകയാണ് 44 ഉച്ചത്തിൽ അങ്ങനെ പറഞ്ഞു. യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്നിൽ വിശ്വസിക്കുന്നവൻ എന്റെയല്ല. മൈക്കുണ്ടോ? ആ എല്ലാവർക്കും വിദ്യാഭ്യാസം സാധിക്കും. ദൈവത്തിലെല്ലാം സാധ്യമാണ്. അതൊക്കെ പറഞ്ഞാലും മതി. ഇവ വന്നാല് എല്ലാവരും ഹൃദയം കൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല. എന്നെ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനാണ്. എന്നെ അയച്ചവരിലാണ്. കണ്ടോ? പിന്നെ എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നെ കാണുന്ന വിഷയം കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. ലൂക്ക 10:16 ലൂക്ക 9:48 മത്തായി 10:16-40 യോഹന്നാൻ 13:20 നിങ്ങൾ എന്നെ കണ്ടാൽ എന്റെ പിതാവിനെ കാണുന്നു. എനിക്ക് വല്ലതും ചെയ്താൽ അത് പിതാവിനാണ്. അവിടെ പറഞ്ഞ കുഞ്ഞുങ്ങളെ പോലാകണമെന്നില്ലേ? നമ്മളിവിടെ കുഞ്ഞുങ്ങളെ കണ്ടില്ല. അന്നത്തെ വലുതായോ ഇല്ലേ? അതുപോലെ പരിവർത്തനമാക്കുന്ന മക്കളായി 3-4 ഒരേ പരിവർത്തനമാണ്. ദൈവത്തിന് ആവശ്യം ആന്തരികമായ പരിച്ഛേദനമാണ്. മിസ്റ്റർ പൗലോസ് പറയുന്ന റോമ 2:28-29 ആന്തരികമായിട്ടുള്ള പരിച്ഛേദനമാണ്, ഒരേ പരിവർത്തനമാണ്. അല്ലാതെ വസ്ത്രമല്ല മാറേണ്ടത്. ജോലിയെ 2:12 വെള്ളവും മാറ്റും, വെള്ളം കഴിയും, വെള്ളം കുറവില്ലാതെ പുറത്തിറങ്ങുന്ന പോലെ വരേണ്ടത് എന്റെ ഹൃദയമാണ്. കേട്ടോ? വെള്ളസാരി നടക്കാനല്ല, എന്റെ ഹൃദയമാണ്. പാപ്പളെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. ഒന്നും ഹീനമല്ലെന്ന് പറയുന്നത് ഒരു ഭക്ഷണസ്ഥാനമാണ്. മിസ്റ്റർ പൗലോസ് എല്ലാം ഭക്ഷിക്കാമെന്ന് പറയുന്നത് 1 തിമോത്തി 4:3-4 വാക്യത്തില് ആരെയും ഹീനജാതിക്കാരെന്ന് വിളിച്ചുകൊടുന്ന മിസ്റ്റർ പത്രോസ് അപ്പസ്തലത്തിൽ 27-30 ദൈവത്തിന് മുഖത്മാട്ടമില്ലെന്ന് റോമാ 2:11. ദൈവത്തെ ആർക്കും കളിപ്പിക്കാനും സാധിക്കില്ല. കളിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഗലാത്യ 6:7 കൃപയുടെ കാത്താതെ ദൈവത്തെ കബളിപ്പിക്കുന്നതാണ് അല്ലെ? കവിയില്ലെങ്കിലും അവരെ പറയാൻ വിടുന്നത് കുറച്ച് കഴിയുമ്പോൾ അവരെ പോലെ നിങ്ങളുമാവും. കേട്ടോ? അതുകൊണ്ട് പോലീസ് പറയുന്നത് നമുക്ക് ഞാൻ ഉണ്ടാകണം. എല്ലാവർക്കും DPA ചാൻസലർ വരണം. എല്ലാവരും അപ്പൊ നമ്മൾ വചനം വായിച്ചല്ലേ? എവിടെ പോയി നമ്മൾ ഈ സാപത്ത് വിശുദ്ധമായി ആചരിച്ചാൽ ഞായറാഴ്ച സഭ തന്നിരിക്കുന്ന ഞായറാഴ്ച, ആ ഞായറാഴ്ച വിശുദ്ധമായി ആചരിച്ചാൽ ദൈവം എന്തെല്ലാം ഭാഗ്യം കേട്ട് സാപത്തിനെ ചവിട്ടി മരിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നത്, എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതെന്നും നീ പിന്തിരിയുക. സാപത്തിനെ സന്തോഷദായവും കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യമായി കണക്കാക്കണം. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കണം. നിന്റെ സ്വന്തം വഴിയിലൂടെ അങ്ങ് മുതൽക്ക് നടക്കരുത്. നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെ വ്യക്തഭാഷണത്തിൽ ഏർപ്പെടാതെ വ്യക്തഭാഷണം പറയണേ. തമാശകൾ കൂട്ടി പറഞ്ഞ് ചിരിക്കരുത്. കുറച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം മാറിയിട്ടില്ല. ഇവിടെ വന്നു ഇല്ലേ? അതെല്ലാം വിട്ടുകൊള്ളുന്ന വ്യക്തഭാഷണം. അപ്പോഴാണ് വരുന്ന ദൈവത്തിന്റെ ശക്തി മനുഷ്യന്റെ. പിന്നെ അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. കണ്ടോ? ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളോട് നിന്നെ ഞാൻ സവാരി ചെയ്യും. ലോകത്തെ ഉന്നത സ്ഥാനങ്ങളുടെ സവാരി ചെയ്യിക്കും. നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് ഞാൻ നിന്നെ പരിപാലിക്കും. യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കേട്ടോ?
കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. വേറെ ആരാണ് അരുളിച്ചത്? കർത്താവാണ് അരുളി ചെയ്തത്. ദൈവത്തിന് മാറ്റമുണ്ടോ? ഇല്ല. യാതൊരു മാറ്റമില്ല. അതാണ് നിശ്ചയ പ്രവാചകൻ പറഞ്ഞത് തന്നെയാണ് 20 വാക്യത്തിൽ ആ 20-25 വാക്യത്തിൽ സാപത്തിനെ പറ്റി കണ്ടോ. ആ സാപത്ത് നമ്മൾ വിശുദ്ധമായി തന്നെ ആചരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾക്കും എനിക്കും ഇടയിൽ ഒരടയാളമായി ഞാൻ നിങ്ങൾ സാപത്തുകൾ നിങ്ങൾ വിശുദ്ധമായി ആചരിക്കണം. അതുകൊണ്ടാണ് സാപത്ത് ഞാൻ വിശുദ്ധമായി ആചരിക്കാൻ ദൈവത്തിനെ എന്നെ പഠിച്ചു ഉപയോഗിക്കുന്നത്. അതുപോലെ നിങ്ങളും വേണം സാപത്തില്. ഇഷ്ടപ്പെടായിട്ടല്ല, എല്ലാവർക്കും അറിയാം കല്യാണം കൂടാൻ ഇല്ലേ, കുടിക്കാനും അറിയാം ഇല്ലേ, ശാസ്ത്രവും അറിയാമോ? എനിക്ക് നല്ല ഡാൻസ് അറിയാം, എല്ലാം പഠിച്ചത് അതെ. പക്ഷെ സാപത്ത് വന്നപ്പോ അത് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോ വീടുമായിട്ട് അടുക്കാൻ തുടങ്ങി. യേശയ്യ 56:3-7 വചനം കർത്താവ് തന്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റി നിന്നും എന്നെ അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശിയോ ഞാൻ വെറും ഒരു ഉണക്കവർഷമാണെന്ന് ഷണ്ടക പറയാതിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്ത്? എന്റെ സാപത്ത് ആചരിക്കുകയും എന്റെ ഹിതം അനുവർത്തിക്കുകയും എന്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എന്റെ ആലയത്തിൽ ഞാൻ മതിലുകൾക്കുള്ളിൽ പുത്രന്മാരുടേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും പുത്രന്മാരെക്കാളും ശ്രേഷ്ഠമായ മക്കളെക്കാളും വലിയ സ്ഥാനത്ത് ഒരു സ്മാരകവും നാമവും നൽകും. ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാൻ സത്യമല്ല, ശാശ്വതമായ നാമമായിരിക്കും. ശാശ്വതമായ നാമമാണ്. ആ നാമം നമുക്ക് എല്ലാവർക്കും വെളിപാട് 2:17 ഡയമണ്ടാണ്. പലരും കഴിക്കുന്നത് ഡയമണ്ടാണ്, വെള്ളക്കല്ല. ഡയമണ്ടാണ്. ആത്മാവ് സഭകളോട് പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവർ കേൾക്കട്ടെ, മറ്റവർ കേൾക്കണ്ട. വിജയം ഭരിക്കുന്നവന് ഞാൻ നിഗൂഢ മഞ്ഞ നൽകും. വിജയം ഭരിക്കുന്നവന് ഞാൻ നിഗൂഢ മഞ്ഞ നൽകും. അനേക രക്ഷകളുള്ളതല്ല. അവന് ഞാൻ ഒരു വെള്ളക്കല്ലും കൊടുക്കും. അവരൊരു വെള്ളക്കല്ലും കൊടുക്കും. സ്വർഗീയ കല്ല് കവാടം, അഥവാ നക്ഷത്രം. അതിലൊരു പുതിയ നാമം കൊത്തിയിരിക്കും. അതിലൊരു പുതിയ നാമം കൊത്തിയിരിക്കും. അതെന്തെന്ന് സ്വീകരിക്കുന്നതിനൊഴികെ മറ്റാരും അറിയുകയില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാത്രം അറിയാൻ സാധിക്കുള്ളൂ. 10 അറിയില്ല. അത് വിജയം ഭരിക്കുന്നവന്. അതാണ് വെളിപാട് 2:7 2:26 പറയുന്നത്. അപ്പൊ മഞ്ഞ കിട്ടും. പ്രഭാത നക്ഷത്രം കണ്ടോ, നമ്മള് എല്ലാവരും പ്രഭാത നക്ഷത്രമാക്കി മാറ്റിയിരിക്കുന്നു. ഏറ്റവും വലിയതുമായ നമ്മള് വചനം സ്വീകരിച്ച് വരുമ്പോൾ മാറ്റിക്കൊണ്ടിരിക്കും. 4 വർഷം കഴിയുമ്പോൾ ഇരിക്കുന്നവരായിരിക്കും അവിടെ ഇരിക്കുന്നത്. എല്ലാം മാറും. കണ്ടോ, ഇത് ദുഃഖവും സകലവും അവിശ്വാസവും സംശയവും കണ്ടോ, വലിയ അന്ധകാരം കഴിയുന്നുണ്ട്. അതും കുറെ അഹങ്കാരം കിട്ടും. ഈ അഹങ്കാരം നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒന്നും കിട്ടാത്തത് കേട്ടോ. 4 കൊല്ലമായ അഹങ്കാരം കൊണ്ടിരുന്നാലോ, ഞാനാണെന്ന് പറഞ്ഞിരുന്നാലോ തകർന്നു പോകും. അതാണ് മിസ്റ്റർ പൗലോസ് പറയുന്നത്. നിങ്ങൾ അറിയേണ്ടത് അറിയുന്നില്ല. ഒന്ന് കൊറിന്ത സെറ്റില്, ഒന്ന് താറുപോലെ വനത്തില്. അഹങ്കാരം ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് എല്ലാം തകർന്നു പോകുന്നുണ്ട്. സാധ്യത അഹങ്കാരം ഇല്ലെങ്കിൽ എഴുന്നോന്നാലോ നിങ്ങൾക്ക് ദൈവം ഭയങ്കര എല്ലാ വിധത്തിലും വൈകി. ഇനി വിഗ്രഹം കർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റി പറയാം. ഇക്കാര്യത്തിൽ നമുക്ക് അറിവുണ്ടെന്നാണല്ലോ സങ്കല്പം. അറിവ് അഹത്ത് ജനിപ്പിക്കുന്നു. സ്നേഹമോ അതാണ് സ്നേഹത്തിന്റെ പ്രാധാന്യം. ദൈവസ്നേഹം വ്യക്തമായേക്കാളും കൂടുതൽ സ്നേഹമെന്ന് പറയുന്നത് യെശയ്യാ 49:18 അനന്തമായ സ്നേഹമാണെന്ന് ജെറമ്യാ 31:3 വ്യക്തമായ കൈമാറി കാര്യം പറയുന്നത് ഇല്ലേ? ഞങ്ങളെക്കാൾ കൂടുതൽ കുറച്ചുകൊണ്ട് പോകുന്നത് വ്യക്തമാക്കോട്ട് പോകും. നല്ല ഭക്ഷണം ഒരു മകന്റെ വീട്ടിലായിരുന്നു വ്യക്തമായിട്ടാണ് ഇല്ലേ? അതേ നോക്കൂ. പക്ഷെ ദൈവം പോകുവാണ് വ്യക്തന്മാരോട് ഇല്ലേ? ഏറ്റവും കൂടുതൽ സ്നേഹം ആർക്കാണ്? അമ്മമാർക്കല്ലേ? അതെ, അമ്മമാരില്ലാത്ത അമ്മമാര് പെണ്ണുമാർ
കാണാനായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടോ ഉണ്ടായില്ലേ? ആ പെറ്റമായിട്ടാണ് ദൈവസ്നേഹം ദൈവസ്നേഹം. അപ്പൊ പിന്നെ അമ്മച്ചോട് പ്രയാസം വരുമോ? ഇല്ല. കണ്ടോ, അതാണ് ആ സ്നേഹത്തിന് ഇല്ല ഉയരുന്നില്ലെന്നല്ല. അതിനാണ് കർമ്മമുള്ളവൻ. കടപ്പാടില്ലാത്ത സ്നേഹമായിരിക്കണമെന്ന് റോമ 11:8 ഈശോ പറഞ്ഞു, ഞാനൊരു പുതിയ കൽപ്പന തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ. യോഹന്നാൻ 13:36. എല്ലാ പ്രവാചകന്മാരും സകലം അടങ്ങിയിരിക്കുന്ന സ്നേഹത്തിലാണ്. മത്തായി 22:37 നമുക്കുള്ളവരാണ്. അതാണ് പത്രോസ് ഗാഢമായ പരസ്പര സ്നേഹം നിങ്ങളുണ്ടായിരിക്കട്ടെ. 1 22 വാക്യത്തില് വിശുദ്ധ പൗലോസ് അതുപോലെ തന്നെ സ്നേഹത്തെ പറ്റി ഫിലിപ്പിയ 1:9 വിവേകത്തോടും ജ്ഞാനത്തോടും കൂടി സ്നേഹമായിരിക്കണം എല്ലാവരും. ആ സ്നേഹം അങ്ങോട്ടേക്ക് പങ്കിടാൻ 1 യോഹന്നാൻ 4:7 ദൈവം സ്നേഹമാണ്. ദൈവസ്നേഹത്തിൽ ജനിച്ചവനും പാപം ചെയ്യാൻ സാധിക്കില്ല. ദൈവ സ്നേഹമാണോ? ആ സ്നേഹം നിങ്ങൾ തമ്മിൽ അങ്ങോട്ടേക്ക് വിശ്വസിച്ചായി കൊടുത്തിട്ട് അടുപ്പിച്ചില്ല. എല്ലാവരും തമ്മില് അനങ്ങാതിരിക്കില്ല. സ്നേഹിക്കാത്തവരെ അനങ്ങാതിരിക്കില്ല. കിട്ടാത്തവർ ചെറുപ്പത്തിലേക്ക് കെട്ടിക്കാണെങ്കിൽ അപ്പോഴും നല്ല അടി കൊടുക്കുക. അമ്മയുടെ ഇത് കെട്ടിക്കാണില്ല. അതൊക്കെ